പ്രതീഷ്, സംസ്ഥാനത്തെ നിലവിൽ മഴ സാഹചര്യം എങ്ങനെയാണ്, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ പ്രതീഷ്? വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും മഴ കൂടുതൽ ശക്തമാകുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന യെല്ലോ അലർട്ട്. ഇതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് ഉണ്ടാകുന്നത്. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മഴക്കെടുതികൾ രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ഈ തീരമേഖലകളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് രാവിലെ പുലർച്ചെ മഴയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഈ തീരമേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം ഉയർന്ന കാറ്റിനും ശക്തമായ തിരമാലകൾക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം 3.8 മീറ്റർ ഉയരത്തിൽ വരെ ശക്തമായ തിരമാലകൾക്കും സാധ്യതയുള്ളതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബീച്ചുകളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശരി, MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.